തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അന്നിവിടെ കൊണ്ടുവന്ന്. ഡോക്ടർമാരും അതേ ICUലെ നേഴ്സുമാരും ഇപ്പോൾ ഈ റൂമിൽ വന്ന് ഇവിടെ ഉള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ദൈവത്തിൻ്റെയും ഡോക്ടറുടെയൊക്കെ സഹായം കൊണ്ട് അച്ഛൻ ഇന്നിപ്പോൾ നല്ല രീതിയിൽ ശ്വാസകോശം അടയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതുകൊണ്ട് പേഷ്യൻ്റെ ആരോഗ്യസ്ഥിതി ഒരു സർജിക്കൽ പ്രൊസീജിയറിന് ഉതകുന്നതല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ തെക്കേറ്റം ആറാട്ടുപുഴ പഞ്ചായത്തിൽ നിന്ന് അച്ഛന് തീരെ സുഖമില്ല, വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ 20 ദിവസത്തോളമായി. തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അന്നിവിടെ കൊണ്ടുവന്ന്. ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ ജീവൻ പോലും പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഡോക്ടർ നല്ല രീതിയിൽ എൻ്റെ അച്ഛനെ നോക്കുകയും നല്ല ചികിത്സ ഡോക്ടർമാരും അതേ ICUലെ നേഴ്സുമാരും ഇപ്പോൾ ഈ റൂമിൽ വന്ന് ഇവിടെ ഉള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളുടെ അച്ഛനെ നോക്കി. അച്ഛന് ശ്വാസകോശത്തിൽ പണ്ട് സിഗരറ്റ് വലിച്ച പോകാൻ മൊത്തമായിരുന്നു. അപ്പോൾ അവിടെ ഈ ശ്വാസകോശത്തിൽ ഡോക്ടർ പറഞ്ഞ അറിവാണ്, നമുക്ക് നല്ലതുപോലെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു കുമ്പള പോലെ അതിനകത്ത് വന്ന് എയർ കയറി അത് പൊട്ടി, കുമ്പള പോലുള്ളത്. അപ്പോൾ ശ്വാസകോശത്തിൽ ഞങ്ങളെ കാണിച്ചത് ഇല്ല, ഇച്ചിരി ഭാഗമൊക്കെ നാര് പോലെയൊക്കെ ഉള്ളിന് നല്ല, ബാക്കിയെല്ലാം പുകയുടെ ഇതൊക്കെ കൊണ്ടുപോയി. അത് പിന്നെ ഇച്ചിരി ഉള്ളതിന് പിന്നെ നമുക്ക് അത് പ്രതീക്ഷിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് അന്നേരത്തെ അവസ്ഥയെ പറ്റത്തുള്ളായിരുന്നു. പിന്നെ എന്തായാലും ദൈവത്തിൻ്റെയും ഡോക്ടറുടെയൊക്കെ സഹായം കൊണ്ട് അച്ഛൻ ഇന്നിപ്പോൾ നല്ല രീതിയിൽ ഒത്തിരി നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, ട്യൂബ് സൈഡിലൊക്കെ ഇട്ടത്, അതുമൊക്കെ മാറ്റി. ഇവിടുത്തെ ഡോക്ടർ ലിബിൻ മാത്യു എന്നെ ചികിത്സിച്ച ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണം എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റാഫ് എന്നോട് 1-2 കാര്യം പറഞ്ഞു, അത് അക്ഷരം പ്രതി ഞാൻ പാലിക്കും. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ലിബിൻ. ഞാൻ KM ചെറിയൻ ഹോസ്പിറ്റലിൽ പൾമണോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. മേൽപ്പറഞ്ഞ പേഷ്യൻ്റ് നമ്മുടെ അടുത്തെത്തുമ്പോൾ പേഷ്യൻ്റ് COPD എന്ന അസുഖം ഓൾറെഡി ഉള്ള വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ അതിനകത്ത് ന്യൂമോണിയ ബാധിച്ച് ലങ്സിൻ്റെ ആവരണത്തിൽ മുറിവുണ്ടാവുകയും അതുവഴി എയർ ലീക്കായി ലങ്സ് കൊളാപ്സ് ആവുകയും അതിനുവേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പേഷ്യൻ്റ് വന്നത് വളരെ ഗുരുതരമായ ശ്വാസതടസ്സവും ക്രമാതീതമായ ഹൃദയമിടിപ്പും എമർജൻസിയിൽ മാനേജ് ചെയ്യുകയും കൃത്യമായി ICUവിൽ അത് മോണിറ്റർ ചെയ്തു. പേഷ്യൻറ്റിനെ മെഷീൻ സപ്പോർട്ടും ഓക്സിജൻ സപ്പോർട്ടും ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജും കൃത്യമായി ചികിത്സിച്ച് പേഷ്യൻറ്റിനെ ഇമ്പ്രൂവ് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറ്റുകയും അതിനുശേഷം റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ പേഷ്യൻറ്റിൻ്റെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ മൂലമുണ്ടായ മുറിവ് ഉണങ്ങാത്തത് കാരണം നിരന്തരമായി എയർ പുറത്തേക്ക് ട്യൂബ് വഴി ലീക്കാവുന്നതുകൊണ്ടും ശ്വാസകോശം അടയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതുകൊണ്ട് പേഷ്യൻ്റെ ആരോഗ്യസ്ഥിതി ഒരു സർജിക്കൽ പ്രൊസീജിയറിന് ഉതകുന്നതല്ലാത്തതുകൊണ്ടും അത് മരുന്ന് മുഖേന അടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഡോക്സിസൈക്ലിൻ അതുപോലുള്ള ബീറ്റാഡിൻ മുതലായ മരുന്നുകൾ ഉപയോഗിക്കും. എന്നാൽ ഈ കേസിൽ ടാൽക്ക് ഉപയോഗിച്ച് പ്ലൂറോഡസിസ് ചെയ്യുകയും ഇതുപോലുള്ള കേസുകൾ ശ്വാസകോശം മോശമായ അവസ്ഥയിലുള്ള കേസുകൾ ആ മുറിവ് ഉണങ്ങാത്ത അവസ്ഥയിൽ ശ്വാസകോശത്തിൻ്റെ ആവരണത്തെ തമ്മിൽ ഒട്ടിക്കുന്നതിന് ടാൽക്കിന് വളരെ പ്രസക്തമായ ഒരു റോളുണ്ടെന്നും അത് ഈ കേസിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും.